ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ മലബാർ ബസാർ. അപ്പോൾ ഈയിടെയായിട്ട് കേരളത്തിലെ പല ജില്ലകളിലും ആളുകൾക്ക് പാമ്പുകടി ഏൽക്കുകയും അതുപോലെ തന്നെ അവർ ആശുപത്രിയിലാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ആളുകൾക്കുള്ള സംശയമാണ് പാമ്പുകടി ഏറ്റ ഉടനെ എന്തൊക്കെ ചെയ്യണം, അതുപോലെ തന്നെ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളതും. ഇതിനെക്കുറിച്ചൊക്കെ നമ്മളോട് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് ഡോക്ടർ പ്രമോദ് സാറാണ്. സാർ, വെൽക്കം ടു അവർ ഷോ. അപ്പോൾ ഒരാൾക്ക് പാമ്പുകടി ഏറ്റു, അപ്പോൾ ആദ്യം നമ്മൾ ആശുപത്രിയിൽ എത്തിക്കുക എന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ അതിന് മുമ്പായിട്ട് നമുക്ക് എന്തെങ്കിലും ഫസ്റ്റ് എയ്ഡ് ആയിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും. ഒരാൾക്ക് പാമ്പുകടി ഏറ്റു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ആശുപത്രിയിൽ എത്തിക്കാനാണ് വേണ്ടത്. പക്ഷെ അയാൾ ഒറ്റയ്ക്കൊരു സ്ഥലത്താണ് കടിയേൽക്കുന്നതെങ്കിൽ ഒരാളുടെ സഹായം തേടി സുരക്ഷിതമായ രീതിയിൽ ആശുപത്രി എത്തിക്കണം അദ്ദേഹത്തെ. കാരണം അദ്ദേഹം അവിടുന്ന് ഓടുകയോ ഭയചകിതമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അയാളുടെ സംക്രമണം കൂടുകയും അതിൻ്റെ ഭാഗമായിട്ട് ഈ വിഷം ഏറ്റിട്ടുണ്ടെങ്കിൽ അത് ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ഹാർട്ടിലേക്കും ബ്രെയിനിലേക്കും ലിവറിലേക്കും ഒക്കെ പെട്ടെന്ന് പടരാനുള്ള സാധ്യത കൂടുതലാണ്. സുരക്ഷിതമായ രീതിയിൽ അവിടെ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആക്സിഡൻറ്റ് രീതിയിൽ മാറ്റുന്ന രീതിയിൽ തന്നെ ഇളകാതെ രീതിയിൽ ഒരു സ്ട്രെച്ചറിലോ മറ്റോ വേണം ഈ രോഗിയെ നമുക്ക് ആശുപത്രിയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഒരാള് പാനിക് ആവാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ പാനിക് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഒരു കടി കേൾക്കുമ്പോൾ ഏതായാലും നമ്മൾ പേടി ഉണ്ടാവും, നമുക്ക് മരണം സംഭവിക്കുകയോ അല്ലെങ്കിൽ രക്ഷപ്പെടുക എന്നുള്ളൊരു പേടി ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു നമ്മളൊരു സ്ഥിതി വഷളാക്കുകയാണോ അത് ചെയ്യുന്നത്? രോഗിയെ പരിഭ്രാന്തനാകാതെ നോക്കേണ്ടത് കൂടെയുള്ള ആളുടെ ഉത്തരവാദിത്തമാണ്. അയാൾക്ക് അഷുറൻസ് കൊടുക്കുക, അതോടൊപ്പം തന്നെ ഒരു ഭാഗത്ത് ചരിച്ച് കിടത്തുന്ന ഏറ്റവും നന്നായിരിക്കും. അതേപോലെ വലത് കാൽ വളച്ച് ഇരു കൈകളിലും മുഖം ചേർത്ത് കിടത്തുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. കൂടാതെ ശരീരഭാഗങ്ങളിൽ പ്രത്യേകിച്ച് മുറിവേറ്റ ഭാഗത്തിനോടടുത്ത് ആഭരണങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അത് കഴിച്ച് മാറ്റുന്നത് നന്നായിരിക്കും. അങ്ങനെ സുരക്ഷിതമായ രീതിയിലെത്തി എത്രയും വേഗം ചികിത്സ ലഭ്യമാക്കാണ് നമുക്ക് വേണ്ടത്. ഒരു പക്ഷേ കടിച്ചത് നമുക്ക് പാമ്പാണോ എന്ന് സംശയമുണ്ട്, അല്ലെങ്കിൽ അത് വിഷപ്പാമ്പാണോ അല്ലേ എന്നുള്ളത് തിരിച്ചറിയാൻ വല്ല ലക്ഷണങ്ങളും ഉണ്ടോ? സാധാരണ ചില പാമ്പുകളുടെ ബൈറ്റിൻ്റെ മാർക്കുകൾ നോക്കിയാണ് പലപ്പോഴും അതിനെപ്പറ്റി സംശയം നമുക്ക് ഉണ്ടാകുന്നത്. ഇപ്പം വിഷമേൽക്കാത്ത ബൈറ്റുകൾ എന്ന് പറഞ്ഞാൽ ഡ്രൈ ബൈറ്റ് എന്നാണ് ഇതിന് പറയുന്നത്. അത് വിഷാംശം ഉള്ളിൽ ചെന്നിട്ടുണ്ടാവില്ല. അങ്ങനെ സാഹചര്യങ്ങളിൽ നമുക്ക് ചികിത്സ ആവശ്യമുണ്ടാവില്ല. അതിൻ്റെ മറ്റെന്തെങ്കിലും മുറിവുകളുടെ ബന്ധപ്പെട്ട ചികിത്സ മാത്രം മതിയാവും. ഇപ്പം ഇത് തന്നെ നമ്മുടെ പാമ്പുകളിൽ തന്നെ 2 ടൈപ്പുണ്ട്. പാമ്പുകളിൽ വിഷമുള്ള പാമ്പുകളും വിഷമില്ലാത്ത പാമ്പുകളുമുണ്ട്. അതുപോലെ തന്നെ ചില പാമ്പുകളുടെ വിഷാംശം ഏറ്റുകഴിഞ്ഞാൽ അത് നെർവുകളെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബൈറ്റ് മാർക്ക് മാത്രം നോക്കിക്കൊണ്ട് വിഷപ്പാമ്പാണോ ഏത് പാമ്പാണെന്ന് കണ്ടുപിടിക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ടാണ്. പലപ്പോഴും നമുക്ക് പാമ്പിൻ്റെ കടിയേറ്റ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ നോക്കിയാണ് പലപ്പോഴും അതിൻ്റെ ചികിത്സ തുടങ്ങുന്നത്. ഇപ്പോൾ 70% പാമ്പുകളും വിഷമില്ലാത്തതാണ്. 30% മാത്രമേ ശരിക്കും വിഷപ്പാമ്പുകൾ ഉണ്ടാകുന്നുള്ളൂ. പിന്നെ മാത്രമല്ല കടിച്ചത് മുഴുവൻ കടിച്ചു കഴിഞ്ഞത് ശരിക്ക് വിഷം ഉള്ളിൽ കയറണമെന്ന് നിർബന്ധവുമില്ല. അതല്ലാത്ത രീതിയിലുള്ള മുറിവുകളും പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പം അത്തരം കാര്യങ്ങളിൽ ഇതിന് ആൻറ്റിവെനം കൊടുക്കേണ്ട ആവശ്യം വരാറില്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായിട്ടും കാണപ്പെടുന്ന ന്യൂറോടോക്സിസിറ്റി ഉണ്ടാകുന്ന പാമ്പുകൾ എന്ന് പറയുന്നത് മൂർഖൻ, കോബ്ര എന്ന് പറയുന്നത്, അതേപോലെ തന്നെ കിങ് കോബ്ര, രാജവെമ്പാല, അതേപോലെ ചിലയിനം വൈപ്പറുകൾ, പിന്നെ വെള്ളിക്കെട്ടൻ, ശംഖുവരയൻ, ഇത്തരം പാമ്പുകളൊക്കെ ന്യൂറോടോക്സിറ്റി ഉണ്ടാക്കുന്ന പാമ്പുകളാണ്. അതേപോലെ തന്നെ നമ്മൾ കൂടുതലായി കാണപ്പെടുന്നതാണ് അണലി, റസ്സൽസ് വൈപ്പർ എന്ന് പറയുന്ന ഒരു വിഭാഗം, ചേനത്തണ്ടൻ എന്ന് പറയുന്ന രീതിയിലുള്ള അണലി എന്ന് പറയുന്ന വിഭാഗങ്ങളൊക്കെയാണ് നമ്മുടെ നാട്ടിൽ കൂടുതൽ കാണപ്പെടുന്നത്. ഈ അണലി ഉൾപ്പെടെയുള്ള ചേനത്തണ്ടൻ ഉൾപ്പെടെയുള്ള പാമ്പുകളൊക്കെ ഹെപ്പറ്റോടോക്സിസിറ്റിയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മൾ റീലൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ള് പാമ്പുകൾ വീട്ടിൽ കയറിയൊരു സാഹചര്യമാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ പാമ്പുകൾ കയറുന്നത് നമുക്ക് എങ്ങനെയൊക്കെ തടയാൻ പറ്റുക? ഇപ്പം വീടിനകത്തും പുറത്തുമൊക്കെ ഇപ്പം പാമ്പുകൾ വളരെ സജീവമായിട്ട് കാണുകയും പാമ്പ് കടിയേൽക്കുന്ന സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം വീടുകളിലും പരിസരങ്ങളും വൃത്തിയാക്കുകയാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങൾ വീടിനോട് ചേർന്നുണ്ടെങ്കിൽ അത് മാറ്റുകയും അത് പുൽച്ചെടികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ വെട്ടിക്കളയുമൊക്കെ ചെയ്ത് പാമ്പുകൾക്ക് ഒളിച്ചിരിക്കാനുള്ള സാഹചര്യം, വിറകുപുര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളൊക്കെ എപ്പോഴും പരിശോധിക്കുക. വീടിനോട് അടുത്ത അത്തരം സാഹചര്യങ്ങളില്ലാതെ ശ്രദ്ധിക്കുക. കുട്ടികളിൽ അതുപോലെ മുതിർന്നവരൊക്കെ പുറത്തിറങ്ങുമ്പം പാദരക്ഷകൾ ഉപയോഗിക്കുക. രാത്രി സമയങ്ങളിൽ പുറത്തിറങ്ങുമ്പോൾ ടോർച്ച് ഉപയോഗിച്ച് ലൈറ്റ്
വെളിച്ചത്തിൽ മാത്രം പുറത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാക്കുക. പാമ്പിൽ നിന്നും നമ്മൾ മാറി സഞ്ചരിക്കുകയാണ്. നമ്മൾ പാമ്പിനെ നമ്മൾ ചവിട്ടുമ്പോഴോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്തെത്തുമ്പോഴാണ് പലപ്പോഴും നമുക്ക് പാമ്പ് കടി ഏൽക്കുന്നത്. സ്വാഭാവികമായി പാമ്പ് നേരെ വീടിനുള്ളിൽ കയറി വന്ന് കടിക്കുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ പാമ്പ് വരാതിരിക്കാനുള്ള സാഹചര്യം നമ്മൾ പരിസരങ്ങളിൽ ഒരുക്കുകയും അതുപോലെ പാമ്പുകളുടെ മാളങ്ങളുടെ ഭാഗങ്ങളിലേക്ക് അല്ലെങ്കിൽ പാമ്പ് നിൽക്കുന്ന ഭാഗങ്ങളിലേക്ക് കുട്ടികളെയൊക്കെ പറഞ്ഞയക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. പാമ്പുകൾ വെള്ളം ലഭിക്കാൻ വേണ്ടി അല്ലെങ്കിൽ തണുപ്പ് ലക്ഷ്യമായിക്കൊണ്ടായിരിക്കും പലപ്പോഴും വീടുകളിലേക്കും അതുപോലെ വീടിൻ്റെ പരിസര പ്രദേശങ്ങളിലും കിണറിൻ്റെ പരിസരങ്ങളിലൊക്കെ എത്തിച്ചേരുന്നത്. അതാണ് ഇപ്പോൾ കൂടുതൽ അപകടത്തിലേക്ക് പോകുന്നത്. കൊടും വേനൽ തന്നെയാണ് ഒരു കണക്കിൽ ഈ ഒരു സാഹചര്യം നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കിയെന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, നമ്മൾക്ക് പാമ്പുകടി ഏൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയമല്ല വേണ്ടത്, ജാഗ്രതയാണ്. ഇത്രയും വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിച്ച ഡോക്ടർ പി പ്രമോദ് കുമാർ സാറിന് നന്ദി.